ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വലിയ തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടും അതോടൊപ്പം ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ നിരണം വലിയ പള്ളി വികാരി വന്ദനായ വർഗീസ് മാത്യു അച്ഛൻ എൻ്റെ വീഡിയോയ്ക്ക് മറുപടി നൽകിയതുകൊണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞാൻ എഴുതി തയ്യാറാക്കി തന്നെയാണ് പറയുക, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും, എല്ലാം പറയാൻ കഴിയുകയില്ല. ഞാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ്. പക്ഷേ സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് എൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണെന്ന് കരുതരുത്. യഥാർത്ഥ സത്യം വളച്ചൊടിക്കുവാൻ ഇടയാകരുത്. ഒരിക്കലും പാഷണ്ഡതയും ശീഷ്മയും പൈറസി ആൻഡ് സിസം ഒരുമിച്ച് സ്വന്തം സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ആരും പറയരുത്. അത് ദൈവനിഷേധമാണ്, ദൈവത്തിന് നിരക്കാത്തതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സഭയുടെ സ്ഥാപനവും പത്രോസ് ശ്ലീഹായുടെ പ്രഥമ സ്ഥാനവും; രണ്ട്, കേരള സഭയും മാർത്തോമാ ശ്ലീഹായും. ആദ്യമേ പറയട്ടെ, പത്രോസ് ശ്ലീഹായും മാർത്തോമാ ശ്ലീഹായും അപ്പോസ്തലന്മാരും നമ്മുടെ പിതാക്കന്മാരുമാണ്. ആരെയും ഉയർത്തിയോ താഴ്ത്തിയോ സംസാരിക്കാനല്ല. ഒരുപടി മുന്നിൽ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ വ്യക്തിപരമായി ആഘോഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. എന്നാൽ പത്രോസ് ശ്ലീഹായുടെ പ്രഥമ സ്ഥാനം ബൈബിളിലൂടെ, ആരാധനക്രമത്തിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, ചരിത്രത്തിലൂടെ പ്രസ്താവിക്കുക എന്നുള്ളതാണ്. ഇനി ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം. സഭ എന്നാണ് സ്ഥാപിതമായത്? ഔദ്യോഗികമായി സഭ ഉദ്ഘാടനം ചെയ്യുന്നത് പെന്തിക്കോസ്ത് ദിനത്തിലാണല്ലോ. എന്നാൽ ഈശോയുടെ പരസ്യ ജീവിതകാലം തൊട്ട് സഭയുടെ ഉത്ഭവം നമുക്ക് കാണാൻ കഴിയും. പാശ്ചാത്യ പൗരസ്ത്യ സഭാപിതാക്കന്മാർ ഒരുപോലെ പറയുന്നു, ഈശോയുടെ കുരിശുമരണ സമയത്ത് തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും അവിടെയാണ് സഭയുടെ ഉത്ഭവമെന്ന്. തൻ്റെ ജീവൻ തന്നെ നൽകി സഭയെ സ്ഥാപിച്ചു, സ്നേഹിച്ചു, വിശുദ്ധീകരിച്ചു. കാരണം അവിടുത്തെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണല്ലോ സഭയുടെ സ്ഥാപനം. അടുത്തതായി, പത്രോസ് ശ്ലീഹായുടെ പ്രഥമ സ്ഥാനം തിരുവചനത്തിൽ നിന്ന്. യേശു അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മലമുകളിലേക്ക് കയറി പ്രാർത്ഥിക്കുവാനായി. തുടർന്ന് തനിക്കിഷ്ടമുള്ളവരെ അവിടുന്ന് തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിൽ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ, തുടർന്ന് അപ്പോസ്തലന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിലെല്ലാം ഒരുപോലെ ഒന്നാമൻ പത്രോസ്, ഒരു മാറ്റവും അതിൽ കാണുന്നുമില്ല. പത്രോസിന് ശ്ലീഹന്മാരുടെ ഇടയിൽ പ്രമുഖ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പത്രോസിന്റെ പേര് 114 തവണ എടുത്തു പറയുന്നു. 12 ശ്ലീഹന്മാരുടെ ലിസ്റ്റിൽ പത്രോസിന്റെ പേരാണ് എപ്പോഴും ആദ്യം വരുന്നത്. ശ്ലീഹന്മാരുടെ കൂട്ടത്തെ പ്രതിനിധീകരിക്കുന്നതും അവരുടെ വക്താവായി സംസാരിക്കുന്നതും പത്രോസാണ്. യേശുവിന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ തന്നോട് ഏറ്റവും അടുത്ത 3 പേരെ കൂടെ കൂട്ടുന്നു. അവരിലും മുൻപൻ പത്രോസാണ്. യേശുവിന്റെ ഉയർപ്പിന് ശ്ലീഹന്മാരിൽ ആദ്യം സാക്ഷിയാകുന്നതും പത്രോസ് തന്നെയാണ്. വേദപുസ്തകത്തിൽ പലർക്കും ദൈവം പേര് മാറ്റി നൽകുന്നുണ്ട്. പേര് മാറ്റി നൽകുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക ദൗത്യം ഭരമേൽപ്പിക്കുവാൻ വേണ്ടിയാണല്ലോ. പത്രാഭിഷേകത്തിൽ നാം ഇത് കാണുന്നുമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം കേപ്പ അല്ലെങ്കിൽ പാറ എന്നാണല്ലോ. പാറ എന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു ബഹുമതി പേരാണ്. ഉറപ്പിൻ്റെ
ശക്തിയുടെ സങ്കേതത്തിൻ്റെ പ്രതീകമാണത്. കർത്താവ് പാറയാകുന്നു. നിയമാവർത്തന പുസ്തകം 32 അധ്യായം 4 വാക്യം. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. സങ്കീർത്തനം 31:3. വീണ്ടും സങ്കീർത്തകൻ പറയുന്നു 18 അധ്യായത്തിൽ, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. യെശയ്യാ പ്രവാചകൻ, സാമുവേൽ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ ഇവരൊക്കെ ഇപ്രകാരം തന്നെ പറയുന്നുണ്ട്. യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായ ഇടയൻ എന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 24 വാക്യത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനത്തിലും പത്രോസ്ലീഹായുടെ ലേഖനത്തിലും ഇവിടെയൊക്കെ പാറയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 20 അധ്യായം 18 വാക്യത്തിൽ, ആ കല്ലിന്മേൽ നിവദിക്കുന്ന ഏതൊരുവന് തകരും, അതാളുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. വിശുദ്ധ കുർബാന തക്സായിലും കാണുന്നുണ്ടല്ലോ. പ്രധാന ഇടയനായ ക്രിസ്തു തന്റെ സ്ഥാനത്ത് ശിമിയോനെ പ്രധാന ഇടയനാക്കിയതുപോലെ കേപ്പായായ ക്രിസ്തു ശിമിയോനെ തന്റെ സ്ഥാനത്ത് കേപ്പ പാറയാക്കുകയും ആ പാറമേൽ തന്റെ സഭയെ പണിയുകയും ചെയ്യുമെന്ന് പറയുന്നു. ആദിമ സഭാപിതാക്കന്മാർ ധാരാളം വിശേഷണങ്ങൾ ഇതിന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുറിയാനി പിതാക്കന്മാരും, പ്രത്യേകിച്ച് ഉദാഹരണത്തിന് മറപ്രേമിന്റെ കൃതികളിൽ പത്രോസിന്റെ പരമാധികാരത്തിന് ഏറ്റവും വ്യക്തമായ തെളിവ് നൽകുന്നത് ഹാശാഴ്ചയിലെ ഒരു പ്രസംഗത്തിലാണ്. മർദിമനാസ്യോസ്, ബസ്ലീബി, മറബ്രായ, മോശെ ബർക്കേപ്പ, സാറൂഗിലെ മർ യാക്കോബ് ഇവ ഉദാഹരണങ്ങൾ മാത്രം. അടുത്തതായി ശൂന്യമായ കല്ലറയിൽ ആദ്യം പ്രവേശിക്കുന്നതും പത്രോസാണ്. യോഹന്നാൻ മുന്നിലെത്തിയെങ്കിലും കല്ലറയിൽ പ്രവേശിച്ചില്ല. അത് ആധികാരികതയുടെ സന്ദേശമാണ് നൽകുന്നത്. പിന്നീട് ഈശോ പ്രത്യക്ഷപ്പെട്ടു, സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് 3 പ്രാവശ്യം സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞ് കുഞ്ഞാടുകളെ മേയ്ക്കുവാനുള്ള ദൗത്യം ഭരമേൽപ്പിക്കുന്നു. സുവിശേഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഞാൻ കാണുന്നുണ്ട്. അതെൻ്റെ വ്യക്തിപരമായൊരു ചിന്തയാണ്. ജനങ്ങൾ ഉണ്ട്, 72 തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, 12 അപ്പസ്തോല ഗണമുണ്ട്, അതിൽ 3 പേർ, അതിൽ ഒന്നാമൻ പത്രോസ് എന്നിങ്ങനെ. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നാൽ പെന്തിക്കോസ്ത് ദിനത്തിൽ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പത്രോസ്ലീഹായുടെ പ്രസംഗത്തിൽ 3000 ആളുകൾ അവനോട് ചേരുന്നുണ്ട്. ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്, പല ഭാഷ സംസാരിക്കുന്നവർ. അപ്പോൾ പത്രോസ്ലീഹായുടെ സംസാര പ്രസംഗം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഭാഷ വിഷയമായിരുന്നില്ലല്ലോ റോമിലേക്ക് പോകുവാൻ പത്രോസ്ലീഹായ്ക്ക്. പെന്തിക്കോസ്തി ശുശ്രൂഷയിൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: വിദ്യാവിഹീനരായ ശിഷ്യരെ ജ്ഞാനത്താലും വിശുദ്ധിയാലും നിറച്ചുവെന്നിയാകുന്നുവെന്ന്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആദ്യ പകുതിയോളം പത്രോസ്ലീഹായുടെ പ്രേക്ഷിത വേലയും 5 പ്രസംഗങ്ങളും സഭാ സന്ദർശനവും വിജാതീയരെ സഭയിലേക്ക് ചേർക്കുന്നതും, പ്രത്യേകിച്ച് വിജാതീയനായ കൊർണേലിയൂസിനെ ചേർക്കുവാൻ പത്രോസിനെ ആളയച്ചു വരുത്തുന്നതും എല്ലാം പ്രഥമ സ്ഥാനത്തിന്റെ മാനദണ്ഡത്തിൽ മനസ്സിലാക്കണം. ജെറുസലേം സിനഗോഗിൽ പത്രോസ്ലീഹ അധ്യക്ഷം വഹിക്കുന്നില്ല എന്ന് കേട്ടു. പത്രോസ്ലീഹയാണ് ആദ്യം സംസാരിക്കുന്നത് അവിടെ. പിന്നീട് യാക്കോബ് സ്ലീഹ. പത്രോസ്ലീഹ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുന്നു യാക്കോബ് സ്ലീഹ. ഇത് നമ്മുടെ സഭാഭരണത്തിൽ സഭാധ്യക്ഷനും രൂപതാധ്യക്ഷനും തമ്മിലുള്ള ബന്ധം പോലെ കൂട്ടി വായിക്കുവാനായിട്ട് കഴിയും. കാരണം ആദ്യത്തെ ജെറുസലേമിന്റെ ഇടയൻ അല്ലെങ്കിൽ മെത്രാൻ യാക്കോബ് സ്ലീഹ ആയിരുന്നുവല്ലോ. അടുത്തതായി ആരാധനക്രമത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വിശുദ്ധ കുർബാന തക്സയിൽ, കൂദാശകളിൽ, പ്രാർത്ഥനകളിൽ, അതോടൊപ്പം പൗരോഹിത്യ ശുശ്രൂഷയിൽ, ദേവാലയ കൂദാശയിൽ എന്നുവേണ്ട എല്ലായിടത്തും പത്രോസിന്റെ പ്രഥമ സ്ഥാനത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. എല്ലാം പറയാൻ സാധ്യമല്ലല്ലോ.
ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ദേവാലയ കൂദാശയിൽ ആലപിക്കുന്ന ഗാനം ശിഷ്യപ്രമുഖന്മാർ ശമൗൻ കീപ്പായ അടിസ്ഥാനത്തിൽ വിശ്വാസനീയാൽ ശുദ്ധസഭ മിശിഹായാൽ പണിയപ്പെട്ടു. മേൽപ്പട്ടക്കാരൻ സ്ലീബ ബുദ്ധിക്കുമ്പോൾ ആലപിക്കുന്ന ഗീതമുണ്ട്, അൽ ഷമൂൻ കീപ്പോ ബെനിയോനോ എന്ന ഗാനം. ഇനി ചരിത്രത്തിലേക്ക് വരാം. സഭയുടെ പരമാധികാരിയായ ക്രിസ്തു നിയമിച്ചാക്കിയ വിശുദ്ധ പത്രോസ്ലീഹ 3 വർഷം ജെറുസലേമിൽ ആയിരുന്നു. യാക്കോബ് സ്ലീഹായെ ജെറുസലേമിലെ സഭയുടെ ഭരണാധികാരിയാക്കിയിട്ട് റോമിൽ പോകുന്നതിന് മുമ്പ് അന്ത്യോക്യയിൽ പോയി. അവിടെ 7 വർഷം സഭാതലവനായി ഭരിച്ചു. പത്രോസിന്റെ പിൻഗാമിയായ യവോദിയോസും അദ്ദേഹത്തിന് ശേഷം അഗ്നിമയനായ ഇഗ്നാത്യോസും അന്ത്യോക്യൻ സഭയെ നയിച്ചു. ക്രിസ്തുവിന്റെ സഭയെ കത്തോലിക്ക സഭ എന്ന് ആദ്യമായി വിളിക്കുന്നത് മാർ ഇഗ്നാത്യോസ് ആണ്. സ്മർണ ലേഖനം 8:2 പറയുന്നുണ്ട്. പിന്നീട് പത്രോസ്ലീഹ റോമിലേക്ക് പോകുന്നു. പിടിച്ചുകെട്ടി കൊണ്ടുപോവുകയല്ല ചെയ്തത്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോബായ മെത്രാനായ മോശ ബർക്കീപ്പ പള്ളിയുടെ അർവണ പെരുന്നാളിനുള്ള പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കീപ്പ, അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെട്ട ശ്ലൈഹിക പ്രമുഖനായ ഷിമോൻ ബർ യോനോ റോമായ്ക്ക് പോയി അവിടെ ഒരു സഭ പണിയുകയും ചെയ്തു. അതിനെ അവൻ ശ്ലൈഹിക പ്രമുഖന്റെ സിംഹാസനമായി തീർത്തു. 25 വർഷം അതിന്മേൽ ഭരണം നടത്തുകയും ചെയ്തു. തുടർന്ന് രക്തസാക്ഷിയാകുന്നതിനു മുമ്പ് മെത്രാൻ സ്ഥാനം ലീനസിനെ ഏൽപ്പിച്ചു. ഇഗ്നാത്യോസ് എന്നൊരു യാക്കോബായ പാത്രികീസ് ഇന്നസെന്റ് 4 മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ എഴുതി: പരിശുദ്ധ റോമാ സഭയാണ് എല്ലാ സഭകളുടെയും മാതാവും തലവളും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസും കോരിന്തിലെ ദിവനാസ്യോസും റോമിലെ ശ്രേഷ്ഠനായ ഗൈസും ലയോൺസിലെ വിശുദ്ധ അറേനിയസും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പാശ്ചാത്യ സുറിയാനി സഭയിലെയും പൗരസ്ത്യ സുറിയാനി സഭയിലെയും സഭാപിതാക്കന്മാർ ഇത് വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബ സഭയിലെ മഫ്രിയാനായിരുന്ന ഗ്രിഗോറിയോസ് മർ എബ്രായ, അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 1226 മുതൽ 1286 വരെ. അദ്ദേഹത്തിന്റെ ഹുദായ കാനോനിൽ അല്ലെങ്കിൽ അറബിക് കാനോനിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ലോകത്തിലെ 4 ദിക്കുകളുടെ സംഖ്യ അനുസരിച്ച് പാത്രിയസുമാർ 4 പേരുണ്ടായിരിക്കണം. എല്ലാവരുടെയും തലവൻ റോമായിലെ പാത്രിയസും അദ്ദേഹത്തിന്റെ കൂടെ അലക്സാണ്ട്രിയയിലെ പാത്രിയസും അദ്ദേഹത്തിന്റെ കൂടെ കുസ്തുന്തിനോസ് പോലിസിലെ പാത്രിയസും അദ്ദേഹത്തിന്റെ കൂടെ പൗരസ്ത്യ ദേശം മുഴുവനിലും അധികാരമുള്ള അന്ത്യോക്യയിലെ പാത്രിയസുമായിരിക്കണം. കോനാട്ട് എബ്രഹാം അൽപ്പാൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഹുദായ കാനൻ അധ്യായം 7 1-ാം ഖണ്ഡിക. ഇതിൽ പ്രകാരം പറയുന്നു: 4 മൂലപദാർത്ഥങ്ങളും 4 സുവിശേഷകന്മാരും മാത്രമുള്ളതുപോലെ ലോകം മുഴുവനായി 4 പാത്രികീസുമാർ മാത്രമേ ഉള്ളൂ. റോമിൽ ഭരണം നടത്തുന്ന ആളായിരിക്കും അപ്പസ്തോലിക ഡിഗ്രി അനുസരിച്ച് അവരുടെ തലവൻ. നിക്യാ സിനോദോസിന്റെ 8-ാം കാനോനെ ആധാരമാക്കിയാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നത്: അവരവരുടെ അധികാരത്തിന് കീഴിലുള്ളവരുടെ മേൽ ഏതൊരു പാത്രികീസിനും അദ്ദേഹത്തിന് ഇഷ്ടമായ കാര്യങ്ങളിൽ നിയമപരമായ അധികാരമുള്ളതുപോലെ റോമാ പാത്രികീസിന് എല്ലാ പാത്രികീസുമാരുടെ മേലും അധികാരമുണ്ട്. സഭയുടെ മുഴുവന്റെ മേൽ ഭാഗ്യവാനായ പത്രോസിനുണ്ടായിരിക്കുന്ന വിധത്തിൽ തന്നെയാണ് അത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ പ്രസ്താവിച്ചത് വെച്ച് നോക്കുമ്പോൾ ആരംഭ കാലഘട്ടം മുതൽ കൽക്കരുദോനിയ സിനോദോസ് ശേഷവും യാക്കോബ് ബുർദാന യാക്കോബ സഭ എന്നൊരു വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പത്രോസ്ലീഹ ആകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ വിച്ഛേദിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതിന്റെ പ്രസക്തമായ ഉദാഹരണമാണല്ലോ 13-ാം നൂറ്റാണ്ടിലെ ഹുദായ കാനോനിലും കാണുക. യാക്കോബായ സഭയുടെയും സുറിയാനി ഓർത്തഡോക്സ് സഭയുടെയും ആരാധനക്രമങ്ങളിൽ നിന്നും മൽപ്പാന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നും തെളിയുന്നത് അന്ത്യോക്യയിലെ പാത്രികീസ് റോമായിലെ പാത്രികീസുമായി കൂട്ടായ്മയിലും വിധേയത്വത്തിലും
കഴിയേണ്ടതാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും സിറിയൻ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഇഗ്നാത്യോസ് സക്ക ഈവാസ് പാത്രിയസും ചേർന്നുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇപ്രകാരം പറയുന്നു: സമ്പൂർണ്ണ ഐക്യത്തിന് വിഘാതമായി നിൽക്കുന്ന അവസാന പ്രതിബന്ധങ്ങളെ മാറ്റുവാൻ ഞങ്ങളുടെ കഴിവിൽപ്പെട്ടതെല്ലാം ചെയ്യുമെന്ന് ഔദ്യോഗികമായി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി കേരള സഭയിലേക്ക് വരാം. വളരെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. AD 52 മാർ തോമസ് ശ്ലീഹ കേരളത്തിൽ എത്തിച്ചേർന്നു. മാർ തോമസ് ശ്ലീഹയുടെ നടപടികൾ എന്ന പുസ്തകത്തിലും മറ്റ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലുമൊക്കെ തോമസ് ശ്ലീഹ കേരളത്തിൽ വരാനുള്ള കാരണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. മാർ തോമസ് ശ്ലീഹയുടെ അനുയായികൾ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടിരുന്നല്ലോ. തോമസ് ശ്ലീഹായോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ സ്ഥാപിച്ച സഭകൾ വളർന്നു വന്ന രാജ്യങ്ങൾ തമ്മിൽ പ്രബലമായൊരു വാണിജ്യ ബന്ധം നിലനിന്നിരുന്നു. പേർഷ്യ സാമ്രാജ്യത്തിൽ മതമർദ്ദനങ്ങൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ സ്വതന്ത്ര കാലാവസ്ഥ കുടിയേറ്റങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു. ക്രിസ്തുവർഷം AD 345 ക്നായ്തോമയുടെ നേതൃത്വത്തിൽ 72 കുടുംബങ്ങൾ കേരളത്തിൽ കുടിയേറിപ്പാർത്തു എന്നാണ് കത്തോലിക്കരും അകത്തോലിക്കരുമായ ക്നാനായ സമുദായത്തിന്റെ സജീവ പാരമ്പര്യം. തദ്ദേശവാസികളായ ക്രിസ്ത്യാനികൾ അവരെ സസന്തോഷം സ്വീകരിച്ചു. അവർ അന്നത്തെ രാജാവിൽ നിന്ന് അവകാശങ്ങളും പദവികളും സ്വീകരിച്ചെന്നാണ് പാരമ്പര്യം. കച്ചവട സൗകര്യത്തെ ലക്ഷ്യം വെച്ചും പേർഷ്യയിലുണ്ടായ മതമർദ്ദനം മൂലമാണ് ഈ കുടിയേറ്റമുണ്ടായതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 1301 കൊടുങ്ങല്ലൂർ വെച്ച് എഴുതിയതും വത്തിക്കാൻ ഗ്രന്ഥാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ രേഖയിൽ അക്കാലത്ത് കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത് സുറിയാനി ഭാഷയും, അതായത് പൗരസ്ത്യ സുറിയാനിയും ആരാധനക്രമവുമാണെന്ന് തെളിയിക്കുന്നു. ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപായി റോമൻ സഭയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുവല്ലോ. 1578 അതായത് ഉദയംപേരൂർ സുനോദോസിന് മുമ്പ് മാർത്തോമ ക്രിസ്ത്യാനികൾ 13-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പയ്ക്ക് അയച്ച ഒരു കത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്രൈസ്തവരുടെയൊക്കെയും പരമാധ്യക്ഷനായ അജപാലക, ഞങ്ങൾ കർത്താവായ ഈശോ മിശിഹായുടെ സ്ലീഹന്മാരിൽ ഒരാളായ തോമാസ് ശ്ലീഹായുടെ കാലം മുതൽ ക്രൈസ്തവരാണെന്ന കാര്യം അറിയിച്ചുകൊള്ളട്ടെ. മിശിഹായുടെ ശരീരത്തിലും മാമോദീസായിലും കൂദാശകളിലും ഞങ്ങൾ പങ്കുചേരുന്നു. ഞങ്ങളുടെ ആരാധനക്രമം സുറിയാനി ഭാഷയിലാകുന്നു. ഇത് ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായിൽ നിന്ന് നേരിട്ട് ലഭിച്ചിട്ടുള്ള അത്രേ. ഞങ്ങളുടെ പൂർവികരും ഇപ്രകാരം തന്നെ ആയിരുന്നു. വത്തിക്കാൻ ആർക്കിയോളജിക്കൽ നിന്നാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് കൂനംകുരിശ് സത്യത്തിന് മുമ്പ് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്തായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ. സഭയുടെ പിളർപ്പ് അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിഭജനം പഴയ കൂറ്റുകാർ, പുത്തൻ കൂറ്റുകാർ, അല്ലെങ്കിൽ മലബാർ സഭ, മറ്റൊരു രീതി പറഞ്ഞാൽ മലങ്കര സഭ എന്ന് വേണമെങ്കിൽ വിളിക്കാം, പൗരസ്ത്യ സുറിയാനി സഭ, പാശ്ചാത്യ സുറിയാനി സഭ, വടക്കും തെക്കും എന്നൊക്കെ നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയും. 1-ാമൻ മാർത്തോമ മുതൽ 6-ാമൻ മാർത്തോമ വരെയുള്ള കാലഘട്ടം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. 6-ാമൻ മാർത്തോമ പുനരുദ്ധരണത്തിനു വേണ്ടി, അതായത് റോമുമായിട്ടുള്ള ബന്ധത്തിനു വേണ്ടി പരിശ്രമിച്ചതും പരാജയപ്പെട്ടതുമൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അന്ത്യോക്യയുമായുള്ള ബന്ധം നിലനിർത്തിയാലും ആദിമ സഭാപിതാക്കന്മാർ പറയുന്നത് പോലെ സഭകളുടെ മാതാവ് റോമ സഭ തന്നെ. അതിനാൽ പഴയ കൂറ്റുകാർ ഇന്നത്തെ സീറോ മലബാർ സഭയും പുത്തൻ കൂറ്റുകാർ സഭയിൽ നിന്നും മാറിയവർ റോമൻ സഭയിൽ നിന്ന്. അവർ മാർത്തോമ ക്രിസ്ത്യാനികൾ തന്നെ, പക്ഷേ റോമുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടവർ. അതുകൊണ്ടാണല്ലോ ദേവദാസൻ മറിവാനിയോസ് മെത്രാപ്പോലീത്ത പുനരുദ്ധരണത്തിനു വേണ്ടി പരിശ്രമിച്ചത്. സഭാചരിത്രവും ദൈവശാസ്ത്രവും ആരാധനയും നന്നായി വശമാക്കിയ വലിയൊരു ജ്ഞാനിയായിരുന്നല്ലോ മറിവാനിയോസ് തിരുമേനി. ലോകം കണ്ട മനുഷ്യൻ, സത്യാന്വേഷകൻ, പുനരൈക്യ ശില്പി, ഭാരത നൂമാൻ. ആയതിനാൽ ഞാൻ സമാപിപ്പിക്കട്ടെ. നാം മാർത്തോമ ക്രിസ്ത്യാനികൾ തന്നെ,
മാർത്തോമായുടെ പൈതൃകവും അന്ത്യോക്യൻ ആരാധനയും ഭാരത സംസ്കാരവും അതിലുപരി അപ്പസ്തോലിക കൂട്ടായ്മയിലുള്ള ബന്ധവും സമന്വയിപ്പിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരമാകുന്ന അവിടുന്ന് സ്ഥാപിച്ച സഭയുടെ ഭാഗമായി നിലകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ വീഡിയോ ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ റഫറൻസുകൾക്ക് ലഭ്യമായ പുസ്തകം രചിച്ച വ്യക്തികളുടെ പേരുകൾ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഡോക്ടർ ഗീവർഗീസ് പണിക്കരച്ചൻ, ഡോക്ടർ സേവ്യർ കൂടപ്പുഴയച്ചൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മൽപ്പാന്മാരായ വൈദിക ശ്രേഷ്ഠർ ഡോക്ടർ തോമസ് പണിക്കർ മൽപ്പാനച്ചൻ, ഡോക്ടർ ഗീവർഗീസ് സ്റ്റേഡിയത്ത് മൽപ്പാനച്ചൻ എന്നിവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് മറപ്രേമിന്റെ കൃതികളിൽ പത്രോസിന്റെ പരമാധികാരത്തിന് ഏറ്റവും വ്യക്തമായ തെളിവ് നൽകുന്ന ഹശായിശയിലെ ഒരു മെമ്പർ അഥവാ പ്രസംഗം വായിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ ശിഷ്യനായ ശിമിയോനെ, നിന്നെ ഞാൻ വിശുദ്ധ സഭയുടെ അടിസ്ഥാനമായി നിശ്ചയിച്ചു. അതിന്റെ എല്ലാ പണികളെയും നീ വഹിക്കത്തക്കവണ്ണം നിന്നെ ഞാൻ കേപ്പ പാറയെന്ന് വിളിച്ചു. ഭൂമിയിൽ സഭയെ എനിക്ക് വേണ്ടി പണിയുന്ന എല്ലാവരുടെയും മേൽനോട്ടക്കാരനാണ് നീ. അവർ ഭൂമിയിൽ എന്തെങ്കിലും നിന്ദ്യമായത് ചെയ്താൽ നിന്റെ അടിസ്ഥാനം അതിനെ നിയന്ത്രിച്ച് നിർത്തണം. എന്റെ പ്രബോധനത്തിന്റെ മുഖ്യ സ്രോതസ്സാണ് നീ. എന്റെ ശിഷ്യന്മാരുടെ തലവനാണ് നീ. ജനതകൾക്കെല്ലാം പാനീയം നീ വഴി ഞാൻ നൽകും. ഞാൻ നൽകുന്ന ജീവന്റെ മാധുര്യം നിന്റെ കൈവശമുണ്ട്. എന്റെ പ്രബോധനത്തിന്റെ ഉറവിടവും സമ്പത്തിന്റെ അവകാശിയുമായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. എന്റെ രാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. എന്റെ സ്വത്തിന്റെ എല്ലാം മേൽ നീ ഭരണം നടത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.